അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഞാൻ കുറേ കാലമായിട്ട് എടുക്കണം എന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഇന്ന് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. തംബ്നെയിലും ടൈറ്റിലൊക്കെ കണ്ട പോലെ തന്നെ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ റൂം മേക്ക് ഓവറാണ്. അതിൽ മെയിനായിട്ട് ഹൈലൈറ്റ് കൊടുക്കുന്നത് എൻ്റെ ഡെസ്ക് മേക്ക് ഓവറിനാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അതിൻ്റെ അടുത്ത് വെക്കാനുള്ള ഒരു പ്ലാന്റ് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ എനിക്ക് അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോയിട്ട് ഉണ്ടോ നോക്കാൻ വേണ്ടി പോയതാട്ടോ. അപ്പോൾ കാണാതെ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് ആണ് ആ ഒരു ജനൽക്കൂടെ കണ്ട വീഡിയോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പ്ലാനും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് മൊത്തം സാധനങ്ങൾ ഇവിടെ ഒന്നാകെ കിടക്കുകയാണ്. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഞാൻ ടേബിളിലുള്ള സംഭവങ്ങളൊക്കെ ബെഡിൽ കൊണ്ടേ ഇട്ടൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അതിൽ നിന്ന് എടുക്കാമല്ലോ എന്നുള്ളതിൽ. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു ടേബിൾ ഞാൻ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ ഞാൻ ഇങ്ങനെ മുകൾ ഭാഗത്തായിട്ട് മാത്രം വൈറ്റ് സ്റ്റിക്കർ ഒട്ടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇതേപോലെ വൈറ്റ് സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റിക്കർ നമ്മൾ ഈ ഫ്ലെക്സൊക്കെ അടിക്കുമല്ലോ, അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കടയിൽ പോയിട്ട് ഞാൻ അവിടെ പോയിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു സ്റ്റിക്കറായിരുന്നു അത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഫോം ബോർഡ് എടുത്തിട്ട് ഞാൻ ഒരു ചെറിയ ഓർഗനൈസറാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ടേബിൾ യൂസ് ചെയ്തിട്ടുള്ള സ്റ്റിക്കർ ഇങ്ങനെ ഫ്ലെക്സൊക്കെ ഉണ്ടാക്കുന്ന അങ്ങനത്തെ കടയിൽ പോയിട്ട് കിട്ടും എന്നുള്ളത് എനിക്കറിയില്ലേന് കേട്ടോ. പിന്നെ അലിയാണ് ഇങ്ങനെയൊക്കെ കിട്ടും എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് വാങ്ങിച്ചെന്നൊക്കെ. അപ്പോൾ എന്തായാലും ടേബിൾ അത് ഒട്ടിച്ചപ്പോൾ തന്നെ നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. അതിനൊക്കെ ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു ഷൈനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അത് എത്രത്തോളം കാലം നിൽക്കും എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും ഇപ്പം ഞാൻ വെച്ചപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ ഫോം ബോർഡ് വെച്ചിട്ട് ഓർഗനൈസർ റെഡിയാക്കിയതിന് ശേഷം ഒരു ചെറിയ ഒരു ടേബിൾ എന്ന് പറയാൻ പറ്റില്ല, ഫോം ബോർഡ് വെച്ചിട്ട് തന്നെ ഒരു ചെറിയ ഇതേപോലത്തെ ഒരു ഓർഗനൈസറും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഫസ്റ്റ് എൻ്റെ ടേബിളിൻ്റെ ഏരിയ ഇങ്ങനെ ഇരുന്നു കേട്ടോ ഞാൻ ലുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ വാൾ പെയിൻറ്റിങ് ചെയ്തിട്ട് കാലിഗ്രഫി ഒക്കെ അവിടെ ഒട്ടിച്ച് വെച്ചതായിരുന്നു. പിന്നെ വീട്ടിൽ പെയിൻ്റ് അടിച്ച സമയത്ത് അതൊക്കെ പോയിട്ടോ. അതിൻ്റെ ശേഷം ഞാൻ ഇതേപോലെ പെയിൻറ്റിങ്സ് ഒട്ടിക്കുകയാണ് ചെയ്തത്. അതാണിപ്പോൾ ഈ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ പെയിൻറ്റിങ്സ് മൊത്തം ഞാനിപ്പോൾ പറിച്ചെടുക്കുകയാണ്. പിന്നെ സെല്ലോ ടാപ്പ് കൊണ്ട് ഒട്ടിച്ചതുകൊണ്ട് തന്നെ വോള് ഡാമേജ് ആവുക ഒന്നും വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ പെയിൻറ്റിങ്സൊക്കെ എടുത്തതിന് ശേഷം ഞാൻ ആ ഒരു ടാപ്പിൻ്റെ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അതും കൂടെ അവിടെ നിന്ന് എടുത്ത് ക്ലീൻ ആക്കി കൊടുക്കുകയാണ്. ഇനി നമുക്ക് ടേബിൾ ഇവിടേക്ക് ഇടണം. അതിന് വേണ്ടിയിട്ട് ഫുൾ അവിടെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ടേബിൾ ഇവിടെ കൊടുന്നിട്ടിക്കണം കേട്ടോ. ഇനി നമ്മൾ ആദ്യമായി ഉണ്ടാക്കി വെച്ചിട്ടുള്ള 2 ഓർഗനൈസേഴ്സ് ഉണ്ടല്ലോ അത് ഇവിടെ കൊടുന്നിട്ട് സെറ്റാക്കി വെക്കാം. ഇനി വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഓരോന്നായിട്ട് ഇതിൽ കൊടുന്ന് വെക്കാം. പിന്നെ ഞാൻ ഇപ്പോൾ ഈ വെക്കണ പോലെ ആവില്ല ലാസ്റ്റത്തെ ലുക്ക് എന്ന് പറയണത്. കാരണം ഞാൻ ഓരോന്ന് വെച്ച് വരുമ്പോൾ എനിക്കിങ്ങനെ സ്ഥലം മാറ്റാനുള്ളൊരു ഇത് വരുമ്പോൾ ഞാൻ അങ്ങനെ സ്ഥലം മാറ്റി വെക്കണുണ്ട്. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എവിടേക്ക് വെക്കണമെന്നുള്ളത് കാണിക്കണില്ല കേട്ടോ. പിന്നെ ഇതൊരു ബോക്സ് ആയിരുന്നു. ഇത് ഞാൻ ആ ഒരു വൈറ്റ് സ്റ്റിക്കർ ബാക്കി ഉണ്ടായപ്പോൾ അത് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുള്ളതാണ് ഈ ഒരു ബോക്സ്. അതിലേക്ക് ഞാൻ ഇതേപോലെ എൻ്റെ പെൻസിൽ കളേഴ്സ്, സ്കെച്ച് കളേഴ്സ്, പിന്നെ ബ്രഷ് പെൻസ്, പെയിൻറ്റിങ് ബ്രഷ് ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം കൂടെ ഇതിൽ വെക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു പൗച്ച് ഉണ്ടല്ലോ വൺ ഓഫ് മൈ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇത് ചെന്നൈയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്തിട്ടൊന്നുമില്ല, യൂസ് ചെയ്യാൻ തോന്നലില്ല കേട്ടോ ഇങ്ങനത്തെ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ ഞാൻ അതും ജസ്റ്റ് അവിടെ വെച്ച് കൊടുത്തിക്കണ്. പിന്നെ ഈ ഒരു കൊട്ട എടുത്തിട്ട് അതിൽ നിന്ന് വേണ്ടാത്തൊക്കെ മാറ്റി വെച്ചിട്ട് വേണ്ടിയതൊക്കെ എടുത്തിട്ട് ആ ഒരു കൊട്ട ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അതിലേക്ക് വേണ്ടിയ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണുണ്ട്. പിന്നെ ഞാൻ ഫെയറി ലൈറ്റ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ അത് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇൻഷാ അല്ലാ അത് കിട്ടിയിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ അത് കാണിക്കണം. പിന്നെ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനിത് അത്രയും ഇഷ്ടത്തോടെ അത്രയും ഇതിൽ ചെയ്തിട്ടുള്ളൊരു വർക്കാണ്. അതുകൊണ്ട് തന്നെ എനിക്കിത് അത്രയും ഇമ്പോർട്ടൻ്റ്. ഇനി നമ്മളെ അടുത്തുള്ള പൗഡറിൻ്റെ ഒക്കെ ടിന്നുകൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ടൊക്കെ ഇതേപോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞിട്ടുള്ള ഒരു പൗഡറിൻ്റെ ടിന്നെടുത്തിട്ട് ഇതേപോലെ മുറിച്ചെടുത്തിട്ട് ഞാൻ ആ ഒരു വൈറ്റ് സ്റ്റിക്കർ തന്നെ കുറച്ചും കൂടെ ബാക്കി ഉണ്ടായിന്. അപ്പോൾ അതൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു തുളിപ്പ് ഫ്ലവേഴ്സ് അതിൽ വെക്കണുണ്ട്. ഈ ഒരു ഫ്ലവേഴ്സാണ് ഇതിൽ മെയിനായിട്ടുള്ള വേറൊരു സംഭവം. എനിക്ക് ഭയങ്കര ഇഷ്ടമായെന്ന് പറഞ്ഞാൽ ഞാൻ മീഷോന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കുറേ കാലമായിട്ട് വിചാരിക്കണ ഒരു സംഭവത്തിന്. പക്ഷേ ഇത് വേങ്ങരുന്ന ഒരു ഷോപ്പിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിന്. അങ്ങനെ അവിടുന്ന് വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു.
പിന്നെ പൗഡറിൻ്റെ തന്നെ വേറൊരു ടിന്നാണ് ഇത്. അത് മുറിച്ചെടുത്തിട്ട് അതിൽ ഞാൻ ഇതേപോലത്തെ ഫാൻസി പെൻസിൽസ് ആണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഈ ഒരു പെൻസിൽസും പിന്നെ ആ ഒരു പൗച്ചും പിന്നെ അതിൽ കാണുന്ന ആ ഒരു ഡയറി ഉണ്ടല്ലോ, ഒന്ന് മിനി ഡയറിയും ഒന്ന് കുറച്ച് വലിയ ഡയറിയുമാണ്. ഇതൊക്കെ ചെന്നൈയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത് തന്നെയായിരുന്നു. അവിടെ എനിക്ക് തോന്നുന്നത് ഇതൊക്കെ കുറച്ചും കൂടെ റേറ്റ് കുറവിന് കണ്ടപ്പം ഞാൻ അങ്ങനെ വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു. അതൊക്കെ വെച്ചതിന് ശേഷം ഇതേപോലെ എൻ്റെ സ്റ്റിക്കേഴ്സൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള നമ്മളെ വേറൊരു ഹൈലൈറ്റ് സാധനമാണ് ഈ ഒരു വാൾ പോസ്റ്റേഴ്സ്. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇതും കൂടെ ഞാൻ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്തെടുത്തിട്ട് സ്റ്റിക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ അതും കൂടെ സ്റ്റിക്ക് ചെയ്ത് വെക്കണുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു ലുക്ക് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതെല്ലാം വെച്ച് കഴിഞ്ഞപ്പോൾ ശരിക്കും ഒരു പിൻട്രസ്റ്റ് ഞാൻ വിചാരിച്ച ഒരു സെറ്റപ്പ് തന്നെയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടും ഉണ്ടായിന്. പിന്നെ ഈ ഒരു കാലിഗ്രഫി ഞാൻ മുന്നേ ചെയ്തിട്ടുള്ളതായിരുന്നു, കേക്ക് ബോർഡിൽ ചെയ്തതാട്ടോ. അപ്പോൾ അതും ഞാൻ ചുമരിൽ തന്നെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ബാക്കിയുള്ള വാൾ പോസ്റ്റേഴ്സും ചുമരിൽ അതേപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും സംഭവം ബാക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയും കൂടുതൽ വാൾ പോസ്റ്റേഴ്സ് നമുക്ക് അതിൽ നിന്ന് അവൈലബിൾ ആണ്. പിന്നെ ഞാൻ ബാക്കി ഓർഗനൈസ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഷെൽഫിക്ക് അങ്ങനെ ഓരോന്നായിട്ട് അടുക്കി വെക്കുകയാണ്. ഞാൻ ചെറുതായിനപ്പോൾ ഇപ്പോൾ ഗൾഫിലായിരുന്ന സമയത്ത് എന്താ കൊണ്ടുവരേണ്ടി ചോദിച്ച് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ടോയ്സും പിന്നെ അതേപോലെ തന്നെ മിഠായി ഒന്നുമല്ല കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കളേഴ്സ്, ബുക്ക് ഇതൊക്കെയാണ് കേട്ടോ പണ്ട് തന്നെ എൻ്റെ ഇഷ്ടമുള്ള ഓരോ സാധനങ്ങൾ. അന്നും ഇപ്പം എനിക്കിങ്ങനെ കുറേ കളേഴ്സും കാര്യങ്ങളൊക്കെ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ അലിയാണെന്നുണ്ടെങ്കിലും എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുള്ള ഒരു പെയിൻ്റാണ് കേട്ടോ അത്. അപ്പോൾ അതെനിക്ക് ഇത്രയും കാലത്തിൽ എനിക്ക് കിട്ടിയതിൽ ഏറ്റവും ബെസ്റ്റ് ആൻഡ് ഫേവറേറ്റ് പെയിൻ്റാണത്. കാരണം അതിൽ കുറേ ഷെയ്ഡ്സ്, ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് അതിൽ അവൈലബിൾ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അത് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യാനുള്ളൊരു സമയം കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ സാധനങ്ങളുടെ കുറച്ച് സാധനങ്ങൾ ഞാൻ സ്വന്തമായിട്ട് വാങ്ങിച്ചതുണ്ട്, കുറച്ച് സാധനങ്ങൾ അലി വാങ്ങിച്ചെന്നുണ്ട്, ഇപ്പോൾ വാങ്ങിച്ചെന്നുണ്ട്. പിന്നെ വെല്യാക്കു കാക്കൊക്കെ ഗൾഫിൽ നിന്ന് അങ്ങനെ ഓര് കൊണ്ടുവന്ന ആ ഒരു സമയത്തത്. പിന്നെ എനിക്ക് ഉമ്മാൻ്റെ അനിയത്തിയാളാണെങ്കിലും ഓരൊക്കെ തരുന്നത്, മൂത്താപ്പ് കൊണ്ടുവരുന്നത്, അങ്ങനെ എനിക്ക് പലരും തന്നതായിട്ടുള്ളതും ഞാൻ സ്വന്തമായിട്ട് വാങ്ങിച്ചതായിട്ടുള്ളതും അങ്ങനെ എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സാധനങ്ങളാട്ടോ എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഇതെല്ലാം ഞാൻ അങ്ങനെ എടുത്ത് വെച്ച് അങ്ങനെ ഇപ്പോഴും എൻ്റെ കയ്യിലുള്ള ഓരോ സംഭവങ്ങളൊക്കെയാണ് ഇതെല്ലാം. അതുകൊണ്ട് തന്നെ ഇതിലുള്ള ഓരോ സാധനങ്ങളും എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. പിന്നെ ഈ കാണുന്ന നിക്കാഹ് ഫ്രെയിം ഉണ്ടല്ലോ, ഇത് എനിക്ക് താത്തത് ഗിഫ്റ്റ് ചെയ്തതായിരുന്നു നിക്കാഹിൻ്റെ സമയത്ത്. പക്ഷേ നമുക്ക് ഒറ്റ ഫോട്ടോ പോലും അതിൽ എടുക്കാൻ പറ്റിയില്ല. സംഭവം സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു സംഭവമായിരുന്നു അത്. പക്ഷേ നമുക്ക് ഒറ്റ ഫോട്ടോ പോലും കിട്ടിയില്ല. ഭയങ്കര സങ്കടമായിട്ടോ അത് ആലോചിക്കുമ്പോൾ. അപ്പോൾ എന്തായാലും ഒരു മെമ്മറിക്കെങ്കിലും അത് സൂക്ഷിച്ച് വെക്കാമല്ലോ. അങ്ങനെ എന്തായാലും ഞാനത് നല്ല രീതിക്ക് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഷെൽഫിലുള്ള കളേഴ്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. കല്യാണത്തിൻ്റെ ഇടയിൽ നമ്മൾ ആകെപ്പാടൊരു ടെൻഷനും തിരക്കൊക്കെ കേൾക്കാറല്ലോ. അതുകൊണ്ടാട്ടോ അന്ന് ആ ഒരു നിക്കാഹ് ഫ്രെയിം വെച്ചിട്ടുള്ള ഫോട്ടോ എടുക്കാൻ വിട്ടുപോയത്. നേരത്തെ ഞാൻ പറയാൻ മറന്നുകൊണ്ടാട്ടോ ഇപ്പോൾ ഒന്നുകൂടെ പറയണത്. അങ്ങനെ നമ്മുടെ ഷെൽഫിൻ്റെ പണികളൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് പിസ്ത ഷെൽസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ റിബണൊന്നും ഇപ്പം ഞാൻ അങ്ങനെ വൃത്തിക്കൊന്നും ചെയ്യാൻ നിന്നില്ല. ഒക്കെ കൂടെ ആ ഒരു പെട്ടിയിലാക്കിയിട്ട് എടുത്ത് വെക്കുകയാണ് ചെയ്തത്. പിന്നെ എൻ്റെ ഒരു ഉക്കുലേലുണ്ടല്ലോ, അതും ഞാൻ ആ ഒരു ഷെൽഫിൽ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ റൂമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡ്രസ്സിനേക്കാളും കൂടുതൽ ഇങ്ങനത്തെ സാധനങ്ങളേക്കാരും. ഡ്രസ്സൊക്കെ ഞാൻ വേറെ ഏതെങ്കിലും റൂമിലാട്ടോ കൊണ്ടേ വെക്കൽ. അതിൽ കുറച്ച് ഡ്രസ്സ് മാത്രമേ ഇതിൽ വെച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ ഫുൾ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. പൊടിയും ഇതൊക്കെ തട്ടി കച്ചറകളൊക്കെ നീക്കി ഒന്ന് തുടച്ചെടുക്കണുണ്ട്. പിന്നെ ഉമ്മാൻ്റെ വക തന്ന ആ ഒരു ഇൻറ്റീരിയർ പ്ലാന്റും അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫൈനലി നമ്മളെ ബെഡ്ഷീറ്റും കൂടെ മാറ്റിയിട്ടുണ്ട്. സോ ഗൈസ്, വിഷ്വലി
നമ്മളൊരു കാര്യം കാണുമ്പോൾ ഇതൊക്കെ ഭയങ്കര പണിയല്ലേ എന്നുള്ളൊരു തോട്ടേക്കാരം. പക്ഷേ നമുക്ക് ഡീപ്പായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മൾ അതിലേക്ക് ഇറങ്ങിയിട്ട് വർക്ക് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ, എത്ര ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെന്നുണ്ടെങ്കിലും നമുക്കത് ഉറപ്പായിട്ടും അച്ചീവ് ചെയ്യാൻ പറ്റും. സോ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും. ബൈ.